ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി പ്രോൺസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പ്രോൺസ് ആണ്. ഞാനിവിടെ 400 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വലിയ ടൈപ്പ് പ്രോൺസ് ആണ്. ഇത് ഞാൻ ഉപ്പും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ്. അത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി എടുക്കാവുന്നതാണ്. പിന്നീട് വേണ്ടത് വെളുത്തുള്ളി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞു വെക്കണം. പിന്നീട് ഒരു സ്മോൾ സൈസ് ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് അരിയുക. അതേപോലെ ഒരു സ്മോൾ സൈസ് ഓണിയനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ബട്ടറാണ്. ബട്ടർ ഏകദേശം 4 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നീട് വേണ്ടത് ഒരു മുറി നാരങ്ങ. അതേപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ മല്ലിയിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ പ്രോൺസിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഒക്കെ ആഡ് ചെയ്താൽ നമ്മുടെ പ്രോൺസിന് ഒരു കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം വെച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനിയും പ്രോൺസ് ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാകും. അതേപോലെ ഒത്തിരി കുക്കാവേണ്ട കാര്യമില്ല. നമ്മൾ വീണ്ടും ഇത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കുക്കായാലും മതിയാകും. ആക്ച്വലി ഈ പ്രോൺസ് ഒത്തിരി കുക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഒത്തിരി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ നമുക്ക് കടിക്കുമ്പോൾ റബ്ബർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഇത് കുക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ നമുക്ക് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇത് 1/2 കുക്കേ ആയിട്ടുള്ളൂ, ഇത് ഫുൾ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം 1/2 കുക്കായി ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഒരു പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ലപോലെ മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്കിൻ്റെ പീസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗാർലിക്കിൻ്റെ പീസസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഓണിയൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓണിയനും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓണിയനും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോയ സോസും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ 1/2 കുക്കായി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രോൺസും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയിലയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് സേലറി അരിഞ്ഞതാണെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നതേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും മല്ലിയിലയും എല്ലാം ചേർത്ത് ഒന്നുകൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ടോട്ടൽ നമ്മളിത് കുക്ക് ചെയ്താൽ മതിയാകും. അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ രുചികരമായ ചില്ലി പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും പ്രോൺസ് വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.